അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്തും വിക്രമിന്റെ മനസ്സിൽ വേദ മാത്രമായിരുന്നു. ശ്രീകാന്തിന്റെ ചതിയിൽ അകപ്പെട്ട് താൻ ഈ ജയിലിൽ കിടക്കുന്ന സമയത്തും വേദയെക്കുറിച്ചും വേദയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയുമുള്ള ആ ഒരു ചിന്ത മാത്രമായിരിക്കും വിക്രമിന്റെ മനസ്സിൽ. തൻ്റെ പ്രിയപ്പെട്ടവൾ എവിടെയോ ജീവനോടെയുണ്ടെന്ന ആ ഒരു ഏക വിശ്വാസം മാത്രമായിരുന്നു ആ ഇരുട്ടിലും അവന് ആ ഒരു ശ്വാസം നൽകിയിരുന്നത്. എന്നാൽ വിക്രമിനെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല. പകയുടെ തീയിൽ എരിയുന്ന ശ്രീകാന്ത് വിക്രമിനെ ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു. അതിനായി പണം കൊടുത്ത് ഒരു വാടക കൊലയാളിയെ, ഒരു കൊടും കുറ്റവാളിയെ അവൻ അതേ ജയിലിലേക്ക് തന്നെ അയക്കാണ്. പെട്ടെന്നായിരുന്നു ആ ഒരു ആക്രമണം നടന്നത്. ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ തന്നെ ആരും അറിയാതെ കൂർത്ത ആയുധവുമായി ആ ഗുണ്ട വിക്രമിന് നേരങ്ങ് പാഞ്ഞെടുത്തു. പിന്നിൽ നിന്നുള്ള ആ ഒരു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ വിക്രം ഒന്ന് പകച്ചുപോയി. മരണം തൊട്ടു മുന്നിൽ കണ്ട നിമിഷം. പക്ഷേ അവിടെ വിക്രമിന് കാവലായി ഒരു ആൻഡ്രോസും രാഘവനൊക്കെ ഉണ്ടായിരുന്നു. മാറി നിൽക്കട അവിടെ നിന്ന് അലറിക്കൊണ്ട് തന്നെ ആൻഡ്രോസ് ആ ഒരു ഗുണ്ടയുടെ കൈയങ്ങ് കയറി പിടിച്ചു. വലിയൊരു സംഘർഷം തന്നെ അവിടെ നടക്കുകയാണ്. ഗുണ്ടയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോലീസ് കൈമാറിയതിനു ശേഷം ആൻഡ്രോസ് വിക്രമിന്റെ തോളിലങ്ങ് തട്ടി പറഞ്ഞു, വിക്രം, ഇതിന് പിന്നിൽ പുറത്തുള്ള ആരുടെയോ കളിയുണ്ട്. നിന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ആരോ പ്ലാൻ ചെയ്യുന്നതാണ് ഇതൊക്കെ. നീ കണ്ണും കാതും തുറന്നു നോക്കണം. നെറ്റിയിൽ പൊടിഞ്ഞ രക്തം തുടച്ചുകൊണ്ട് തന്നെ വിക്രം ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. എനിക്കറിയാം ആൻഡ്രോസ്, ഇതൊക്കെ അവൻ്റെ പണിയാണ്. ആ ശ്രീകാന്ത് എന്നെ ജീവനോടെ പുറത്തുവിടാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് ജീവിച്ചേ മതിയാവൂ, എൻ്റെ വേദയ്ക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി. വിക്രമിൻ്റെ വാക്കുകൾ പ്രതികാരത്തെക്കാൾ ഉപരി ഒരു അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും നിസ്സഹായതയായിരുന്നു നിഴലിച്ചത്. ഇതേ സമയം വിക്രം അനുഭവിക്കുന്ന വേദനകളുടെ 1000 ഇരട്ടി നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെ വേദ ഡൽഹിയിലെ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുമായിരുന്നു. നിറവയറുമായി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അവൾ അവിടെ വരേണ്ടി വന്നത് ഒരു ജീവമരണ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. തൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം ആ ശ്രീകാന്തിൻ്റെ മുഖം മൂടി അങ്ങ് വലിച്ചു കീറാന്. തൻ്റെ ജീവൻ്റെ പാതിയായി വിക്രമിനെ ഇരുമ്പഴിക്കുള്ളിലേക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു അവളുടെ ഏക ലക്ഷ്യം. അവിടെ വെച്ചാണ് അവൾ പ്രസവ വാർഡിൽ തൻ്റെ കൂടെയുള്ള രാധികയുടെ പരിചരണത്തിൽ ഇങ്ങനെ പെടുന്നത്. അങ്ങനെ രാധിക ആ നഗരത്തിൽ സത്യസന്ധരായ DYSP തരുൺ അയ്യരുടെ ഭാര്യയായിരുന്നു രാധിക. തരുണും രാധികയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ തന്നെ വേദക്കറിയാതെ വിക്രമിനെ ഓർമ്മ വരും. എൻ്റെ വിക്രമും ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? എൻ്റെ വയറ്റിൽ വിക്രമിൻ്റെ കുഞ്ഞു വളർന്നത് കാണാൻ വിക്രം ഒരുപാട് കൊതിച്ചിട്ടുണ്ടാവില്ലേ? അതിന് കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്ന് വിതുമ്പിക്കൊണ്ട് തന്നെ അവൾ മുഖം പൊത്തി കരഞ്ഞു. രാധികയും പക്ഷേ ഇപ്പോഴും ഒരു തരം ഭയത്തിലായിരുന്നു. ഈ നഗരത്തിലെ കൊലപാതകങ്ങളും ചോരക്കളികളും കണ്ട് അവളുടെ മനസ്സ് മരവിച്ചിരുന്നു. ഒരു ദിവസം അവൾ വരുണിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തരുൺ, എനിക്കെന്തോ ഭയങ്കര അങ്ങ് പേടിയാവുന്നു. ഞാൻ ചിലപ്പോൾ ഈ പ്രസവത്തോടെ അങ്ങ് മരിച്ചു പോയേക്കാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. ഈ ന്യൂഡൽഹി നഗരത്തിൽ നമ്മുടെ കുഞ്ഞിനെ വളർത്തരുത്. സമാധാനമുള്ള എങ്ങോട്ടേക്കെങ്കിലും നിങ്ങൾ പോകണം. എനിക്ക് വാക്ക് തരണം തരുൺ. തരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തൊക്കെയാ രാധികയെ നീ പറയുന്നത്? നിനക്കൊന്നും സംഭവിക്കില്ല. നിന്നെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. തരുൺ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. പക്ഷേ വിധു മറ്റൊന്നായിരുന്നു. ഒരേ ദിവസമാണ് വേദക്കും രാധികക്കും പ്രസവവേദന വന്നത്. രണ്ടുപേരെയും ലേബർ റൂമിലേക്ക് മാറ്റുമ്പോൾ തരുൺ അയ്യർ ടെൻഷൻ അടിച്ചിങ്ങനെ പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ലേബർ റൂമിൽ കയറുന്നതിന് മുൻപ് തന്നെ രാധിക അവസാനമായി തരുണിനെ നോക്കി പറഞ്ഞു, മറക്കരുത് തരുൺ, നമ്മുടെ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് കൊണ്ടുപോകണം. മണിക്കൂറുകൾ നീണ്ടുനിന്ന കാത്തിരിപ്പിനൊടുവിൽ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. തരുൺ ഓടിച്ചെന്ന് ഡോക്ടറുടെ മുഖം മ്ലാനമായിരുന്നു. സോറി മിസ്റ്റർ തരുൺ, ഞങ്ങൾ കുഞ്ഞിനെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. രാധിക. ഡോക്ടറുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ തരുൺ അവിടെ അങ്ങ് ഇരുന്നു പോയി. ഒരു വലിയ നിലവിളി ആ ആശുപത്രി വരാന്തയിൽ മുഴങ്ങിക്കേട്ടു. തൻ്റെ ജീവന്റെ പാതിയെ നഷ്ടപ്പെട്ട ആ പോലീസുകാരനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ പൊട്ടിക്കരയായിരുന്നു. തരുണിൻ്റെ അമ്മയും ആ കരച്ചിലങ്ങ് പങ്കുചേർന്നു. ഇതേ സമയം തന്നെ വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആരോഗ്യവതിയായ ഒരു നല്ലൊരു കുഞ്ഞ്. കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ വേദയുടെ കണ്ണിൽ നിന്നും സന്തോഷാശ്രുകൾ പൊഴിഞ്ഞു. വിക്രം, നോക്ക്, നമ്മുടെ കുഞ്ഞ്, അവൾ മനസ്സിലിങ്ങനെ പറഞ്ഞു. വാർഡിലേക്ക് മാറ്റിയതിനു ശേഷമാണ് രാധികയുടെ മരണം വേദ അറിയുന്നത്. വല്ലാത്തൊരു സങ്കടം അവളുടെ നെഞ്ചിൽ തറഞ്ഞു. അപ്പോഴാണ് തരുണിൻ്റെ അമ്മ രാധികയുടെ കുഞ്ഞുമായി വേദയുടെ അടുത്തേക്ക് വന്നത്. കുഞ്ഞ് വിശന്ന് കരയുമായിരുന്നു. മോളെ, ഇവളുടെ അമ്മ പോയി. മാസം തികയാതെയുള്ള പ്രസവമായതുകൊണ്ട് തന്നെ ഇവൾക്ക് കുടിക്കാൻ കുറച്ച് പാല്. അമ്മയുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ വേദ ആ കുഞ്ഞിനെ ഇരു കൈകളും നീട്ടി വാങ്ങി തൻ്റെ മാറോട് ചേർത്ത് ആ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുമ്പോൾ വേദയുടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു. പ്രസവിച്ചില്ല എങ്കിലും ആ നിമിഷം മുതൽ വേദ ആ കുഞ്ഞിൻ്റെയും അമ്മയായി മാറുകയാണ്.
രാധികയുടെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ശേഷം തരുൺ കുഞ്ഞുമായി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്ക് പോവാം ഇവിടെ നിന്ന്. എൻ്റെ രാധികയില്ലാതെ ഈ ഡൽഹി നഗരം എന്നെ വിശ്വാസം മുട്ടിക്കുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കളില്ലാതെ മറ്റൊരിടത്തേക്ക് നമുക്ക് പോവാം. ഡിസ്ചാർജ് ആകുന്ന ദിവസം തരുണിന്റെ അമ്മ വേദയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകൾ പിടിച്ചു. മോളെ, നിനക്കിവിടെ മറ്റാരുമില്ലാന്ന് എനിക്കറിയാം. നീയും കുഞ്ഞും ഞങ്ങളുടെ കൂടെ പോരുന്നോ? നിന്നെ ആരും ഒന്നും ചെയ്യാതെ ഞങ്ങൾ നോക്കിക്കോളാം. തൻ്റെയും കുഞ്ഞിൻ്റെയും ജീവന് വേണ്ടി നാട്ടിൽ ഭീഷണിയുണ്ടെന്ന് അറിയാവുന്ന വേദ അവരുടെ കൂടെ തന്നെ പോവാൻ സമ്മതിച്ചു. യാത്രാമധ്യേ വേദ തൻ്റെ ജീവിതകാലത മുഴുവൻ തന്നെ തരുണിനോട് പറഞ്ഞു കൊടുത്തു. വിക്രം നിരപരാധിയാണെന്നും ജഡ്ജി ശങ്കരനാരായണന്റെ മകളാണ് താനെയെന്നും സ്വന്തം സഹോദരനായ ശ്രീകാന്താണ് എല്ലാത്തിനും പിന്നിലെ എന്നൊക്കെ അവൾ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തരുണിന് വേദയോട് വല്ലാത്ത സഹതാപവും ബഹുമാനവും തോന്നി. താൻ വിഷമിക്കേണ്ട വേദ, താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തൻ്റെ വിക്രമിനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. യഥാർത്ഥ കുറ്റവാളിയായ ശ്രീകാന്തിനെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇത് DCP തരുൺ അയ്യരുടെ വാക്കാണ്. തരുണിന്റെ ആ ഒരു വാക്ക് കേട്ടതോടുകൂടെ തന്നെ വേദയ്ക്ക് വലിയൊരു ആശ്വാസമായി. നാട്ടിൽ വിക്രമിന്റെ വീട്ടിൽ വലിയൊരു ദുരന്തം നടക്കുമായിരുന്നു. ശ്വാസം കിട്ടാതെ പിടയുന്ന വിക്രമിന്റെ അമ്മ കമലത്തെ അത്യാസന്ന നിലയിൽ ICUയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഡോക്ടർമാർ കൈവിട്ടൊരവസ്ഥ. സുധാകര മാഷ് തകർന്നു പോയിരിക്കുകയായിരുന്നു. വിനായകനും വിശ്വനും ശ്രീജയും എല്ലാം തന്നെ ആശുപത്രിയിലുണ്ട്. എല്ലാവരുടെയും കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മരണത്തോട് മല്ലടിക്കുമ്പോഴും കമലമ്മയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, തൻ്റെ മകൻ വിക്രമിനെയും വേദയും അവസാനമായിട്ട് ഒരുമിച്ചൊന്ന് കാണണമെന്ന്. പക്ഷേ വിക്രം ജയിലിലും വേദ എവിടെയെന്നറിയാതെ ഒരവസ്ഥയിലായിരുന്നു. പരോളിൽ പുറത്തിറങ്ങിയ വിക്രം വിങ്ങലോടുകൂടെ അമ്മയെ കാണാൻ വേണ്ടി അമ്മയുടെ മുന്നിലേക്ക് എത്തി. അമ്മയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ വിക്രം നിയന്ത്രണം വിട്ടങ്ങ് പൊട്ടിക്കരയാണ്. അമ്മേ, എന്നെ വിട്ടു പോവില്ലേ അമ്മേ? വിക്രമിന്റെ നിലവിളി അവിടെ കൂടി നിന്നവരുടെ എല്ലാം നെഞ്ചു തകർത്തു. അധികം വൈകാതെ തന്നെ കമലമ്മ മരണത്തിനങ്ങ് കീഴടങ്ങി. അമ്മയുടെ ചിതക്ക് തീ കൊളുത്തുമ്പോൾ വിക്രമിന്റെ ഉള്ളിലെ സങ്കടം ഒരു വലിയ പ്രതികാരമായി മാറുകയായിരുന്നു. ചിത എരിഞ്ഞു തുടങ്ങുന്നത് നോക്കി നിൽക്കുമ്പോൾ മാഷ് വിക്രമിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ, അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു കാണുക എന്നതായിരുന്നു. വേദ വരും, നീ ധൈര്യമായിട്ടിരിക്ക്. വിക്രം കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ ആ ചിതയിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പ്. ഒടുവിൽ വേദ തിരികെ നാട്ടിലേക്കെത്തി. പേടിച്ച് ഒളിച്ചോടിപ്പോയ പഴയ വേദയായിരുന്നില്ല ഇപ്പോൾ അവൾ. പ്രതികാരദാഹിയായ കരുത്തുറ്റ ഒരു അമ്മയായിരുന്നു ഇപ്പോൾ അവൾ. കൂട്ടിന് അതിശക്തിയായ DCP തരുൺ അയ്യരും. തരുണിന്റെ ഗസ്റ്റ് ഹൗസിലാണ് വേദയും അമ്മയും കുഞ്ഞുങ്ങളെല്ലാം തന്നെ താമസിക്കുന്നത്. പുറത്തുള്ളവർ കരുതിയുന്നത് തരുണിന്റെ ഭാര്യയാണ് വേദ എന്നും അവർക്ക് ഇരട്ട കുട്ടികളാണെന്നൊക്കെയാണ്. ശ്രീകാന്തിന്റെ കണ്ണിൽ പൊടിയിടാതെ വേദയെ സംരക്ഷിക്കാൻ വേണ്ടി തരുൺ കണ്ടെത്തിയ ഏറ്റവും സുരക്ഷിതമായ മാർഗമായിരുന്നു അത്. തരുൺ ആ നാട്ടിലെ പുതിയ DCP ആയിട്ട് ചാർജ് എടുത്തു. ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തരുൺ വേദയോട് പറഞ്ഞു, വേദ, എൻ്റെ രാധിക മരിച്ചപ്പോൾ അവൾ എനിക്ക് തന്നത് ഈ കുഞ്ഞിനെയാണ്. ആ കുഞ്ഞിന് സ്വന്തം അമ്മയില്ലാത്തതിൻ്റെ കുറവായിരുന്നു. ഒരു വർഷത്തോളം നീ സ്വന്തം കുഞ്ഞിനെ പോലെ ആ കുഞ്ഞിനെ നോക്കി. ഇതിന് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല. തൻ്റെ ഏട്ടനെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വേദ, ഇതെൻ്റെ വാക്കാണ്. ചെറിയോടുകൂടെ വേദ തല കുലുക്കി. ഇതേ സമയം ശ്രീകാന്തും ദർശനും തങ്ങളുടെ ലോകത്ത് അഹങ്കാരത്തോടങ്ങനെ ഇരിക്കുകയായിരുന്നു. വിക്രം ഒരിക്കലും ഇനി പുറത്തിറങ്ങില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അവർ. അപ്പോഴാണ് SI വിളിച്ചു പറയുന്നത്, പുതിയ DCP തരുൺ അയ്യർ ഇവിടെ വിക്രത്തിന്റെ കേസ് പുനരന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന്. ഇത് കേട്ട് ശ്രീകാന്ത് പുച്ഛത്തോടെ ചിരിച്ചു. ആരാടാ അവന്? ഡൽഹിയിൽ നിന്ന് വന്നവനാണോ? അവൻ അന്വേഷിക്കട്ടെ. എന്ത് തെളിവാ അവനിനി ഇവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്? ശ്രീകാന്തിന്റെ വാക്കുകളിൽ അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ദർശനും അത് ശരിവെച്ചു. ശ്രീയേട്ടൻ ഇനി എന്ത് ചെയ്താലും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ദർശൻ വാക്ക് കൊടുക്കുകയാണ്. വരുൺ വിക്രമിന്റെ കേസ് ഫയലുകൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു തുടങ്ങി. അനിയൻകുട്ടന്റെയും ചന്ദ്രശേഖരന്റെയും കൊലപാതകങ്ങൾ, വിക്രമിനെതിരെയുള്ള സാക്ഷിമൊഴികൾ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത കൊലപാതകങ്ങളാണെന്ന് തരുണിന് മനസ്സിലായി. ഇതിനിടയിൽ ജയിലിൽ വെച്ച് വിക്രമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് വീണ്ടും പ്ലാൻ ചെയ്തു. പക്ഷേ വിവരമറിഞ്ഞ തരുൺ ആ ഗുണ്ടയെ അവിടെ നിന്നും മറ്റൊരു ജയിലിലേക്ക് മാറ്റി. ശ്രീകാന്തിനെ ഞെട്ടിച്ചു. തരുണിന്റെ സഹായത്തോടു കൂടി വേദ വിക്രമിനെ രഹസ്യമായി ജയിലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന വിക്രമിന്റെ അരികിൽ നിന്നും അവൾ അങ്ങ് പൊട്ടിക്കരഞ്ഞു. അവനെ വിളിച്ചുണർത്താൻ തരുൺ സമ്മതിച്ചില്ല. ഇപ്പോൾ വിക്രം ഒന്നും അറിയരുത് വേദ, എല്ലാം കഴിഞ്ഞിട്ട് മതി, തരുൺ അവളെ ഓർമ്മിപ്പിച്ചു. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വേദ തരുണിനോട് പറഞ്ഞു, സർ, കോടതിയിൽ വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞ സേതുവിനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണം. അവൻ പറഞ്ഞത് ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തിയിട്ടാണ്. എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. വേദ തൻ്റെ ഫോണെടുത്ത് ഒരു വീഡിയോ തരുണിനെ കാണിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ അനിയൻകുട്ടൻ വിക്രമിനോടും വേദയോടും സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. പുളിക്കനെ കൊന്നത് ശ്രീകാന്താണെന്ന് അനിയൻകുട്ടൻ വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. കൂടാതെ ചന്ദ്രശേഖരൻ, അതായത് ദർശന്റെ അച്ഛനെ കൊന്നതും ശ്രീകാന്താണെന്നുള്ള ആ ഒരു തെളിവെല്ലാം തന്നെ അതിലുണ്ടായിരുന്നു.
ഇതുകൊണ്ട് തന്നെ തരുണിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. മതി വേദ, ഈ ഒരൊറ്റ തെളിവ് മാത്രം മതി ശ്രീകാന്തിനെ അകത്താക്കാൻ വേണ്ടിയിട്ട്. നാളെ കോടതിയിൽ താൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നടക്കും. പിറ്റേന്ന് തരുണും വേദയും രഹസ്യമായി തന്നെ വേദയുടെ അച്ഛനായ ശങ്കരനാരായണനെ പോയി കണ്ടു. ജഡ്ജി പദവി രാജിവെച്ച് വിക്രമിന് വേണ്ടി വക്കീൽ കുപ്പായമണിഞ്ഞ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വേദ തന്റെ കുഞ്ഞിനെ നീട്ടി. കുഞ്ഞിനെ കണ്ടപ്പോൾ ആ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം വേദയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തെളിവുകളെല്ലാം തന്നെ തരുൺ അദ്ദേഹത്തിന് കൈമാറി. നാളെ വിക്രമിന്റെ ദിവസമാണച്ചാ. അവൻ ആ കോടതിയിൽ നിന്നും രാജാവിനെ പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരണം, വേദ വാശിയോടെ പറഞ്ഞു. കോടതി ദിവസം അങ്ങനെ വന്നെത്തി. വിക്രമിനെ ജയിലിൽ നിന്നും കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് കൊണ്ട് തന്നെ അവനെ വകവരുത്താൻ വേണ്ടിയിട്ട് ശ്രീകാന്തും ദർശനവും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഗുണ്ടകൾ വഴിയിൽ കാത്തുനിന്നു. പക്ഷേ അവൻ കണ്ടത് DCP തിരൺ അയ്യരുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സമൂഹമാണ്. അങ്ങനെ ഒരു പോലീസ് വ്യൂഹമാണ് വിക്രമിന്റെ ജീപ്പിന് കാവലായി വന്നിരിക്കുന്നത്. ഗുണ്ടകൾ അങ്ങ് ഭയന്നു മാറുകയാണത് കണ്ടിട്ട്. ഫോണിലൂടെ ഇതറിഞ്ഞ ശ്രീകാന്ത് ദേഷ്യം കൊണ്ട് വിറച്ചുവെങ്കിലും കോടതിയിൽ വിക്രം തോൽക്കുമെന്ന വിശ്വാസത്തിൽ അവൻ കോടതി മുറിയിലേക്ക് എത്തി. വിക്രത്തിനെ കോടതി മുറിയിൽ ഹാജരാക്കി. കോടതി മുറിയിലേക്ക് കയറുമ്പോൾ വിക്രമിന്റെ കണ്ണുകൾ ചുറ്റും പരതുന്നുണ്ടായിരുന്നു. തന്റെ വേദ എവിടെയെങ്കിലും കാണുമോ? ഇല്ല, അവൾ ഇവിടെയൊന്നും ഉണ്ടായിരിക്കില്ല. ജഡ്ജിയുടെ മുന്നിൽ കേസ് ആരംഭിച്ചു. ശ്രീകാന്ത് ദർശനും വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് പ്രതിഭാഗം വക്കീൽ ശങ്കരനാരായണൻ സാക്ഷിക്കൂട്ടിലേക്ക് സേതുവിനെ വിളിച്ചത്. സേതുവിനെ കണ്ടപ്പോൾ ശ്രീകാന്തിന്റെ മുഖത്ത് ചിരിയങ്ങ് മാഞ്ഞു. സേതു കോടതിയിൽ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതാണ് സർ. അനിയൻകുട്ടനെ കൊന്നത് ദാ ഈ നിൽക്കുന്ന ശ്രീകാന്താണ്. ചന്ദ്രശേഖരൻ സാറിനെ വെടിവെച്ച് കൊന്നതും ദേ ഇയാള് തന്നെയാണ്. വിക്രമിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കുമായിരുന്നു ഇയാള്. ഇത് കേട്ടപ്പോൾ ദർശൻ അങ്ങ് ഞെട്ടിത്തെറിച്ചു പോയി. തന്റെ സ്വന്തം അച്ഛനെ കൊന്നത് താൻ ദൈവത്തെ പോലെ കണ്ട ശ്രീകാന്താണെന്ന സത്യം ശരിക്കും ഹർഷനെ അങ്ങ് തളർത്തി കളഞ്ഞു. ഇതിന് പിന്നാലെ തന്നെ ശങ്കരനാരായണൻ ആ ഒരു വീഡിയോ തെളിവ് കോടതിയിൽ മുന്നാകെ ഹാജരാക്കി. വലിയ സ്ക്രീനിൽ അനിയൻകുട്ടന്റെ അവസാനത്തെ ആ ഒരു വാക്കുകളെല്ലാം തന്നെ മുഴങ്ങിക്കേട്ടു. എല്ലാ സത്യങ്ങളും അനാവരണം ചെയ്യപ്പെട്ടു. ശ്രീകാന്ത് തല കുനിച്ച് നിൽക്കാണ്. ദർശൻ അലറിക്കൊണ്ട് ശ്രീകാന്തിന്റെ കോളറിനങ്ങ് കയറി പിടിച്ചു. എടാ ചതിയാ, എന്റെ അച്ഛനെ കൊന്നിട്ട് നീ എന്റെ കൂടെ നടന്നല്ലോടാ ഇത്രയും കാലം. പോലീസ് പാടുപെട്ടുകൊണ്ടാണ് അവരെ പിടിച്ചു മാറ്റിയത്. എല്ലാ തെളിവുകളും പരിശോധിച്ച് വിക്രം പൂർണ്ണമായും നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി അവനെ വെറുതെ വിട്ടു. യഥാർത്ഥ പ്രതിയായ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ ഉത്തരവിടാണ്. 1 വർഷത്തെ നരകയാതനകൾക്ക് ശേഷം വിക്രമിന്റെ കയ്യിലെ വിലങ്ങുകളെല്ലാം തന്നെ അഴിഞ്ഞു വീഴപ്പെട്ടു. കോടതിയുടെ പടവുകൾ ഇറങ്ങുമ്പോഴും വിക്രമിന്റെ മുഖത്ത് പൂർണ്ണമായ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ വേദയെ കാണാതെ എന്ത് സന്തോഷം. വിക്രം ചുറ്റുമൊന്ന് നോക്കി. മാഷും സുഹൃത്തുക്കളും ചുറ്റും നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്കൊരു കാറ് വന്ന് നിൽക്കുന്നത്. പോലീസുകാർ സല്യൂട്ട് അടിച്ചു. കാറിന്റെ പിൻവാതിൽ തുറന്ന് DCP വരുൺ അയ്യർ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ കാറിന്റെ മറുവശത്ത് നിന്ന് മറ്റൊരാളും കൂടി ഇറങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ വിക്രമിന്റെ ശ്വാസം നിലച്ചുപോയി. അതെ, അത് വേദയായിരുന്നു. 1 വർഷത്തെ കാത്തിരിപ്പ്, ഒരുപാട് സ്വപ്നങ്ങൾ, എല്ലാം ആ നിമിഷത്തിൽ അങ്ങ് പൂവണിഞ്ഞു. വിക്രം ഓടി ചെന്നിട്ട് വേദയങ്ങ് ഇറക്കി പുണർന്നു. അവരുടെ കണ്ണുനീർ പരസ്പരം കലർന്നു. ആരും ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ നിശബ്ദതയിൽ അവർ പരസ്പരം എല്ലാം പറയുന്നുണ്ടായിരുന്നു. വിക്രം അവളുടെ നെറ്റിൽ നിന്ന് ചുംബനം നൽകി. വരുൺ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. DCP വരുൺ അയ്യർ, വേദ ഇത്രയും നാൾ എൻ്റെ കൂടെ സുരക്ഷിതയായിരുന്നു, വരുൺ പറഞ്ഞു. വിക്രം നന്ദിയോട് കൂടെ തന്നെ തരുണിന്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്. പെട്ടെന്ന് തന്നെ വേദ കാറിനുള്ളിലേക്ക് തിരിഞ്ഞു. അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കൊച്ചു കുഞ്ഞിനെ വാങ്ങിച്ച് അവൾ വിക്രമിന് നേരെ നീട്ടി. വിക്രം അത്ഭുതത്തോടു കൂടി വേദയെ നോക്കാണ്. വിക്രം, ഇത് നമ്മുടെ കുഞ്ഞാണ്. നമ്മുടെ മോൾ ഇവിടെ സുരക്ഷിതമായി ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോയത്. വേദയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. വിറക്കുന്ന കൈകളോടുകൂടെ വിക്രം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുഞ്ഞിന്റെ കവിളിൽ ഉമ്മ വെക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും സന്തോഷാശകൾ ഒഴിഞ്ഞു തുടങ്ങി. ദൂരെ മാറി നിന്ന് കൈവിലങ്ങോടുകൂടെ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ശ്രീകാന്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമുണ്ടായിരുന്നു. പരാജയപ്പെട്ടവന്റെ നിസ്സഹായത. അങ്ങനെ പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്ത് ഒരു നീണ്ട വർഷത്തെ പോരാട്ടങ്ങൾക്കും വേദനകൾക്കുമിടയിൽ വിക്രമും വേദയും അവരുടെ ആ ഒരു കുഞ്ഞും കൂടി വീണ്ടും ഒന്നിക്കുന്ന ഒരു പവിത്രമായ സ്നേഹം അവിടെ ഒരിക്കൽ കൂടി കാണാമായിരുന്നു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.